LK അദ്വാനിക്കും രാംദേവിനും പത്മ പുരസ്കാരങ്ങൾ നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ. അമൃതാനന്ദമയി ഉൾപ്പെടെ ഒരു ഡസനോളം ആത്മീയ നേതാക്കൾക്കും പത്മ പുരസ്കാരത്തിന് ആഭ്യന്തര മന്ത്രാലയം ശുപാർശ ചെയ്തതായി സൂചനയുണ്ട്. അമിതാഭ് ബച്ചൻ, ഹാരി സാൽവെ, KK വേണുഗോപാൽ എന്നിവരുടെ പേരും രാഷ്ട്രപതി ഭവന് കൈമാറിയ പട്ടികയിൽ ഉൾപ്പെടും. BJPയുടെയും RSSന്റെയും സ്വാധീനം വ്യക്തമാക്കുന്നതാണ് നരേന്ദ്രമോദി സർക്കാർ തയ്യാറാക്കിയ പത്മ പുരസ്കാരത്തിന് വേണ്ടിയുള്ള ആദ്യ ശുപാർശ. രാഷ്ട്രപതി ഭവന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈമാറിയ 148 പേരുകളിൽ പകുതിയിലേറെ പേർ BJP അനുഭാവികളാണ്. മുതിർന്ന BJP നേതാവ് LK അദ്വാനി, നരേന്ദ്രമോദിയുടെ അടുത്ത അനുയായിയും യോഗാ ഗുരുവുമായ ബാബ രാംദേവ്, ശ്രീ രവിശങ്കർ എന്നിവർക്ക് പത്മ വിഭൂഷൺ നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയം ശുപാർശ ചെയ്തിട്ടുള്ളത്. പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ, സിനിമാ താരങ്ങളായ രജനീകാന്ത്, ദിലീപ് കുമാർ എന്നിവരുടെ പേരും പത്മ പുരസ്കാരത്തിന് വേണ്ടി ആഭ്യന്തര മന്ത്രാലയം നൽകിയ ശുപാർശയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചരണ തന്ത്രങ്ങൾക്ക് നേതൃത്വം വഹിച്ച പ്രസൂൺ ജോഷിക്കും പത്മ പുരസ്കാരം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. തിരക്കഥാകൃത്തും സിനിമാ താരം സൽമാൻ ഖാന്റെ പിതാവുമായ സലീം ഖാനും ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ചേക്കും. കായിക താരങ്ങളായ PV സിന്ധു, സുശീൽ കുമാർ എന്നിവർക്ക് പുറമെ BJP അനുകൂല സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വിവേക് ദുബ്രോയ്ക്കും പത്മ പുരസ്കാരം നൽകാൻ കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ISRO ശാസ്ത്രജ്ഞരായ SK ശിവകുമാർ, S അരുണൻ എന്നിവരുടെ പേരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അമൃതാനന്ദമയിക്ക് ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ചേക്കുമെന്നാണ് സൂചന. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് രാഷ്ട്രപതി ഭവൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, ദില്ലി.